കേരളത്തിലെ ഒരു ചെറിയ ഗ്രാമം. പ്രഭാതത്തിൽ സൂര്യൻ ഉദിക്കുമ്പോൾ നെൽപ്പാടങ്ങൾ സ്വർണ്ണ നിറത്തിൽ തിളങ്ങുന്നൊരു നാട്. മഴ പെയ്യുമ്പോൾ ഓരോ വഴിയും മരവും വീടുകളും ഒക്കെ ഒരുപാട് കഥകൾ പറയുന്നത് പോലെ തോന്നും. ആ ഗ്രാമത്തിലാണ് അർജുൻ ജനിച്ചതും വളർന്നതും. അർജുൻ ഒരു അധ്യാപകനാണ്. ശാന്തമായ സ്വഭാവം, മറ്റുള്ളവരെ ബഹുമാനിക്കുന്ന മനസ്സ്, ഒരു ചെറുപുഞ്ചിരി ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന യുവാവ്. അവന്റെ അച്ഛൻ രാമേന്ദ്രൻ ഒരു റിട്ടയർഡ് സർക്കാർ ജീവനക്കാരൻ, അമ്മ ലക്ഷ്മി വീട്ടമ്മ, സഹോദരൻ അക്ഷയ്. അത്ര സമ്പന്നമൊന്നുമല്ലാത്ത കുടുംബം, എന്നാൽ സന്തോഷം വേണ്ടുവോളം ഉണ്ടായിരുന്നു. ഒരു നല്ല അധ്യാപകനാകണം എന്നുള്ളത് അവന്റെ ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ തമിഴ്നാട്ടിലൊരു പ്രൈവറ്റ് സ്കൂളിൽ ജോലി കിട്ടി. ഇത്രയും ദൂരം പോകണോ മോനെ എന്ന് അമ്മ ചോദിച്ചു. അർജുൻ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു ജോലിയല്ലേ അമ്മേ, അത് വേണ്ടെന്ന് വയ്ക്കേണ്ട. അവൻ ട്രെയിനിൽ കയറി. കേരളത്തിന്റെ പച്ചപ്പുകൾ പിന്നിലേക്ക് ഒഴുകി പോകുമ്പോൾ അവന്റെ മനസ്സിലൊരു ചിന്ത മാത്രം, ഒരു പുതിയ ജീവിതം തുടങ്ങിയാണ്. പക്ഷെ അവൻ അറിഞ്ഞില്ല ആ യാത്ര അവനെ ഒരു ജീവിതകാല പ്രണയത്തിലേക്ക് കൊണ്ടുപോവുകയാണെന്ന്. തമിഴ്നാട്ടിലെ ശാന്തമായ ഒരു പട്ടണം, വലിയ ക്ഷേത്രങ്ങൾ, വഴിയിലൂടെ സൈക്കിൾ ഓടിക്കുന്ന കുട്ടികൾ, മണൽത്തരികൾക്കെല്ലാം സൂര്യന്റെ കടുത്ത ചൂട്. അർജുന്റെ സ്കൂളിലെ ആദ്യത്തെ ദിവസം. അത് വലിയൊരു സ്കൂളായിരുന്നു. പഴയ ചുവന്ന കെട്ടിടങ്ങൾ, 4 വശത്തും മരങ്ങൾ, വലിയ മൈതാനം. സ്കൂളിന്റെ ഓഫീസിലേക്ക് നടക്കുമ്പോൾ അയാൾ ചുറ്റും നോക്കി. കുട്ടികൾ ഓടി നടക്കുന്നു. ക്ലാസ്സുകളിൽ നിന്ന് ശബ്ദങ്ങൾ കേൾക്കുന്നു. പ്രിൻസിപ്പാൾ അവനെ കണ്ടപ്പോൾ ഒന്ന് ചിരിച്ചു. വെൽക്കം മിസ്റ്റർ അർജുൻ, നിങ്ങൾ മലയാളിയാണല്ലേ? അതെ സാർ. ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങി സ്കൂൾ ക്യാമ്പസ് കാണാൻ അർജുൻ നടന്നു. അപ്പോൾ അവന്റെ ശ്രദ്ധ സ്കൂളിന്റെ ഒരു കോണിലേക്ക് പോയി. കുറച്ചു കുട്ടികൾ അവിടെ യോഗ ചെയ്യുന്നത് കണ്ടു. ഇളം നീല നിറത്തിലുള്ള ചുരിദാർ ധരിച്ചൊരു പെൺകുട്ടി അവർക്ക് യോഗ പറഞ്ഞു കൊടുക്കുന്നു. യാതൊരു ആഡംബരവുമില്ലാത്ത മുഖം, സൗമ്യമായ സംസാരം. അവൻ വെറുതെ ഒന്ന് പാളി നോക്കി. അവൾ അടുത്തേക്ക് വന്നു. പുതിയ ടീച്ചറാണോ? അതെ, ഞാൻ കേരളത്തിൽ നിന്നാണ്. ഞാൻ മീനാക്ഷി, ഇവിടുത്തെ യോഗ ടീച്ചറാണ്. അതിനുശേഷം അവൾ കുട്ടികളെ നോക്കി പറഞ്ഞു, ഇത് നിങ്ങളുടെ പുതിയ ടീച്ചറാണ്. സോറി സാർ, താങ്കളുടെ പേരെന്താണ്? ഞാൻ ചോദിക്കാൻ വിട്ടുപോയി. എന്റെ പേര് അർജുൻ. കുട്ടികൾ എല്ലാവരും പറഞ്ഞു. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഞാൻ മീനാക്ഷി, ഇവിടെ യോഗ ടീച്ചറാണ്. അവനൊന്ന് ചിരിച്ചു. അവന് മനസ്സിലായില്ല അവന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളെയാണ് അവൻ കണ്ടതെന്ന്. ദിവസങ്ങൾ പതിയെ കടന്നുപോയി. അർജുൻ സ്കൂളിലെ ജീവിതവുമായി പൊരുത്തപ്പെട്ടു. കുട്ടികളുമായി അവനൊരു സൗഹൃദം ഉടലെടുത്തു. പതിയെ പതിയെ അവന്റെ ശ്രദ്ധ ഒരാളിലേക്ക് പോകാൻ തുടങ്ങി. അർജുൻ രാവിലെ സ്കൂളിലെത്തുമ്പോൾ മീനാക്ഷി യോഗ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. കുട്ടികളോട് അവൾ വളരെ സ്നേഹത്തോടെയാണ് പെരുമാറുന്നത്. ഒരു ദിവസം ഉച്ചഭക്ഷണ സമയത്ത് സ്റ്റാഫ് റൂമിൽ എല്ലാവരും ഇരിക്കുകയായിരുന്നു. മീനാക്ഷി അർജുനോട് ചോദിച്ചു, കേരളം എങ്ങനെയുണ്ട്? അർജുൻ ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു, മഴ വന്നാൽ മുഴുവൻ ഗ്രാമം ഒരു കവിത പോലെ തോന്നും. അവൾ കൗതുകത്തോടെ പറഞ്ഞു, ഒരിക്കലും ഞാനും കേരളത്തിൽ വരും. അപ്പോൾ ഞാൻ ഗൈഡാകാം. അവൾ ചിരിച്ചു. അത് കേട്ട് ടീച്ചർമാർ കളിയാക്കി പറഞ്ഞു, മീനാക്ഷി ടീച്ചർ കേരളത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരില്ല. എല്ലാവരും ചിരിച്ചു. ആ ചിരിയുടെ ഇടയിൽ അർജുൻ മീനാക്ഷിയെ ഒന്ന് നോക്കി. അവൾ ചെറിയൊരു നാണത്തോടെ അവനെ നോക്കി ചിരിച്ചു. അതൊരു സാധാരണ ചിരിയല്ലായിരുന്നു. അതിലൊരു പറയാത്ത അടുപ്പമുണ്ടായിരുന്നു. ഒരു വൈകുന്നേരം സ്കൂൾ കഴിഞ്ഞപ്പോൾ മഴ തുടങ്ങി. കുട്ടികളെല്ലാവരും ഓടിപ്പോവുകയായിരുന്നു. മീനാക്ഷി കുടയുമായി വന്നപ്പോൾ അർജുൻ പറഞ്ഞു, നിങ്ങൾ പോയിക്കോളൂ, ഞാൻ മഴ കഴിഞ്ഞതിന് ശേഷം പോയിക്കോളാം. ഇവിടെ നിന്ന് ബസ് സ്റ്റോപ്പ് വരെ നമുക്ക് ഒരുമിച്ച് പോകാം, അവൾ പറഞ്ഞു. അവർ ഒരേ കുടക്കീഴിൽ നടന്നു. കുറച്ചു നേരം ആരും ഒന്നും പറഞ്ഞില്ല, മഴയുടെ ശബ്ദം മാത്രം. അവൾ പെട്ടെന്ന് ചോദിച്ചു, കേരളം മിസ് ചെയ്യുന്നില്ലേ? ഇപ്പോൾ കുറവാണ്, അവൻ ചിരിയോടെ പറഞ്ഞു. ഇവിടെ നല്ല ആളുകൾ ഉണ്ടല്ലോ. അവൾ അവനെ ഒന്ന് നോക്കി. അവളുടെ കണ്ണുകളിൽ ചെറിയൊരു വെളിച്ചം മിന്നി. അത് സൗഹൃദത്തെക്കാളും കൂടുതലായ എന്തോ ആയിരുന്നു. ദിവസങ്ങൾ പതിയെ മാസങ്ങളായി മാറി. അർജുന്റെ തമിഴ്നാട്ടിലെ സ്കൂളിൽ ഇപ്പോൾ എല്ലാവർക്കും അവൻ സ്വന്തം ആളായി മാറിയിരുന്നു. കുട്ടികൾ അവനെ വളരെയധികം ഇഷ്ടപ്പെട്ടു. ടീച്ചർമാർക്ക് അവൻ നല്ലൊരു സുഹൃത്തായിരുന്നു. എന്നാൽ അർജുന്റെ ദിവസത്തിലെ ഏറ്റവും സന്തോഷമുള്ള സമയം മീനാക്ഷിയെ കാണുന്നതായിരുന്നു. രാവിലെ സ്കൂളിലേക്ക് എത്തുമ്പോൾ അവൻ ആദ്യം നോക്കുന്ന യോഗ ക്ലാസ് നടക്കുന്ന മൈതാനത്തിലേക്കായിരുന്നു. അവിടെ മീനാക്ഷി കുട്ടികൾക്ക് യോഗ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടായിരിക്കും. ശ്വാസം ആഴത്തിലെടുക്കണം, മനസ്സ് ശാന്തമാക്കണം. അവളുടെ ശബ്ദം കേൾക്കുമ്പോൾ പോലും അർജുന്റെ മനസ്സ് ശാന്തമാകുമായിരുന്നു. കുട്ടികൾ യോഗ പൂർത്തിയാക്കിയ ശേഷം അർജുൻ അവളുടെ അരികിലേക്ക് ചെല്ലും. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അർജുൻ സാർ. ആ ചെറിയ സംഭാഷണം പോലും അവൻ ഒരു ദിവസം മുഴുവൻ സന്തോഷം നൽകുമായിരുന്നു. സ്കൂളിൽ വെച്ച് പലപ്പോഴും അവർ ഒരുമിച്ച് സമയം ചെലവഴിക്കാൻ തുടങ്ങി.
ലഞ്ച് ടൈം സ്റ്റാഫ് റൂമിൽ വെച്ച് ഒരേ മേശയിലിരിക്കുക, സ്കൂൾ പരിപാടികൾക്കായി ഒരുമിച്ച് പ്ലാൻ ചെയ്യുക, കുട്ടികളുടെ പ്രശ്നങ്ങൾ ഒരുമിച്ച് പരിഹരിക്കുക. അങ്ങനെ പതിയെ പതിയെ അവർക്കിടയിൽ ഒരു അപൂർവ സൗഹൃദം വളർന്നു. ഒരു ദിവസം സ്കൂളിൽ സ്പോർട്സ് ഡേ ഒരുക്കങ്ങൾ നടക്കുന്നു. മൈതാനത്ത് എല്ലാവരും തിരക്കിലായിരുന്നു. മീനാക്ഷി കുട്ടികളെ വാമപ്പ് ചെയ്യാൻ പഠിപ്പിക്കുകയായിരുന്നു. അർജുൻ അവളെ നോക്കി നിന്നു. അവൾ വളരെ സജീവമായി കുട്ടികളോടൊപ്പം ഓടി നടക്കുന്നു. ഒരു കുട്ടി വീണപ്പോൾ ഉടനെ അവൾ ഓടിച്ചെന്നു. വേദനയുണ്ടോ? ഉണ്ടെന്ന് കുട്ടി തലയാട്ടി പറഞ്ഞു. അവൾ അവന്റെ തലയിൽ തൊട്ടിട്ട് പറഞ്ഞു, സാരമില്ല കേട്ടോ, പെട്ടെന്ന് മാറിക്കോളും. സ്നേഹത്തോടെ സംസാരിക്കുന്ന അവളുടെ രീതി കണ്ടപ്പോൾ അർജുന്റെ മനസ്സിലൊരു ചിന്ത വന്നു. ഇത്ര നല്ല മനസ്സുള്ള ആളെ ആരുടെയെങ്കിലും ജീവിതത്തിൽ കിട്ടിയ അവൻ ഭാഗ്യവാനായിരിക്കും. അവൻ അറിയാതെ ചോദിച്ചു, ആ ഭാഗ്യം ഇനി എനിക്കെങ്ങാനും കിട്ടുമോ? അവന്റെ മനസ്സിൽ ഒരു കള്ളച്ചിരി ഉണ്ടായി. അങ്ങനെയിരിക്കെ ഒരു ദിവസം സ്റ്റാഫ് റൂമിൽ വെച്ച് മീനാക്ഷി അർജുനോട് പറഞ്ഞു, സാറിന് നന്നായിട്ട് തമിഴ് മനസ്സിലാകുന്നില്ലല്ലോ. എനിക്ക് കുറച്ചേ മനസ്സിലാകുന്നുള്ളൂ. ഇവിടെ എന്തായാലും കുറെ നാൾ നിൽക്കാനുള്ളതല്ലേ. സാർ തമിഴ് പഠിക്ക്, ഞാനും സഹായിക്കാം. ആ ദിവസം മുതൽ ശരിക്കും അർജുൻ തമിഴ് പഠിക്കാൻ തുടങ്ങി. സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോയ ശേഷം അവൻ ബുക്കുകൾ വാങ്ങി പഠിച്ചു തുടങ്ങി. മൊബൈലിൽ കൂടി തമിഴ് കേട്ട് പഠിക്കും. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവൻ മീനാക്ഷിയോട് തമിഴ് സംസാരിക്കാൻ തുടങ്ങി. അവൾ അതിശയത്തോടെ പറഞ്ഞു, അർജുൻ സാർ, നിങ്ങൾ നന്നായിട്ട് തമിഴ് സംസാരിക്കുന്നുണ്ടല്ലോ. കൊഞ്ചം കൊഞ്ചം. അവൾ ചിരിച്ചു. വളരെ നല്ലത്. അവൾക്കറിയില്ലായിരുന്നു അതൊരു ഭാഷ പഠിക്കൽ മാത്രമല്ല, അവളിലേക്ക് അടുക്കാനുള്ള ശ്രമം കൂടിയായിരുന്നെന്ന്. ഒരു വൈകുന്നേരം സ്കൂൾ കഴിഞ്ഞപ്പോൾ മൈതാനത്ത് ആരുമില്ലായിരുന്നു. കാറ്റ് പതുക്കെ വീശുന്നു. മരങ്ങളിൽ നിന്നുള്ള ഇലകൾ ശബ്ദം ഉണ്ടാക്കുന്നു. മീനാക്ഷി ബെഞ്ചിലിരിക്കുകയായിരുന്നു. അർജുൻ അവളുടെ അടുത്ത് വന്നിരുന്നു. കുറച്ചുനേരം അവർ ഒന്നും പറഞ്ഞില്ല. അവൾ ആകാശത്തേക്ക് നോക്കി പറഞ്ഞു, ചിലപ്പോൾ ജീവിതം വളരെ വേഗത്തിൽ പോകുന്നത് പോലെ തോന്നുന്നു. അർജുൻ ചോദിച്ചു, എന്തുകൊണ്ട് അങ്ങനെ തോന്നുന്നു? അവൾ പറഞ്ഞു, നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് പോലും മനസ്സിലാകാതെ ചില ദിവസങ്ങൾ കടന്നു പോകുന്നു. അർജുൻ ചിരിയോടെ പറഞ്ഞു, ചില ആളുകൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അതെല്ലാം മാറും. അവൾ അവനെ നോക്കി ചോദിച്ചു, അതെങ്ങനെയാണ്? അപ്പോൾ നമുക്ക് ഓരോ ദിവസം പ്രത്യേകത ഉള്ളതായി തോന്നും, അവൻ പറഞ്ഞു. അപ്പോൾ അവളുടെ കണ്ണുകളിൽ ചെറിയൊരു പ്രകാശം മിന്നി. ആ നിമിഷം മുതൽ അവൾക്ക് തോന്നി തുടങ്ങിയിരുന്നു, ഈ സൗഹൃദം സാധാരണ ഒരു സൗഹൃദമല്ലെന്ന്. അന്ന് രാത്രിയിൽ അർജുൻ ജനലിലൂടെ പുറത്തു പെയ്യുന്ന മഴയിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. ഓരോ മഴത്തുള്ളിയിലും മീനാക്ഷിയുടെ ചിരി അവന്റെ മനസ്സിൽ പ്രതിഫലിച്ചുകൊണ്ടേയിരുന്നു. എനിക്ക് അവളെ ഇഷ്ടമാണ്. അപ്പോൾ അവന്റെ മനസ്സിൽ മറ്റൊരു ചിന്ത കടന്നു വന്നു, അവൾക്ക് എന്നെ ഇഷ്ടമില്ലെങ്കിലോ? അവന്റെ മനസ്സ് കലങ്ങി മറിയാൻ തുടങ്ങി. ആ ഭയം അവനെ നിശബ്ദനാക്കി. അതിനാൽ അവൻ തീരുമാനിച്ചു, ഇപ്പോൾ എന്തായാലും തുറന്നു പറയുന്നില്ല. കാലം മുന്നോട്ട് പോയി. അർജുനും മീനാക്ഷിയും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ സ്കൂളിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന തരത്തിലുള്ളതായിരുന്നു. അർജുൻ വരാത്ത ദിവസം മീനാക്ഷിക്കും, മീനാക്ഷി വരാത്ത ദിവസം അർജുന് ശൂന്യത ഫീൽ ചെയ്യുമായിരുന്നു. എന്നാൽ ആ ഒരു വാക്ക് മാത്രം ഇന്നുവരെ അവരുടെ ഇടയിൽ പറഞ്ഞിരുന്നില്ല, പ്രണയം. ഒരു ദിവസം സ്കൂൾ കഴിഞ്ഞ ശേഷം അർജുൻ വീട്ടിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അവന്റെ മനസ്സിൽ വലിയൊരു പോരാട്ടം നടന്നു. ഇനി ഇത് പറഞ്ഞില്ലെങ്കിൽ ഒരിക്കലും പറയാൻ കഴിയില്ല. അവൻ മൊബൈൽ എടുത്ത് മീനാക്ഷിക്ക് ഒരു മെസ്സേജ് അയച്ചു. നാളെ സ്കൂൾ കഴിഞ്ഞ് കുറച്ചു നേരം സംസാരിക്കാൻ കഴിയുമോ? കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം അവളുടെ മറുപടി വന്നു, ഓക്കെ. ആ ചെറിയ മറുപടി പോലും അവന്റെ ഹൃദയം ശക്തമായി ഇടിക്കാൻ തുടങ്ങി. ആ രാത്രിയിൽ അവന് ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. അവൻ വീണ്ടും വീണ്ടും ചിന്തിച്ചു, അവൾക്ക് ഇഷ്ടമില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സൗഹൃദം പോലും ഇല്ലാതാകുമോ? പക്ഷെ അവന്റെ മനസ്സ് പറഞ്ഞു, മനസ്സിലുള്ള സത്യം തുറന്നു പറയുന്നത് തന്നെയാണ് നല്ലത്. അടുത്ത ദിവസം സ്കൂൾ കഴിഞ്ഞ് കുട്ടികളെല്ലാവരും വീട്ടിലേക്ക് പോയി. സൂര്യൻ പതുക്കെ അസ്തമിക്കാൻ തുടങ്ങി. സ്കൂൾ മൈതാനം ശാന്തമായി കിടക്കുന്നു. മീനാക്ഷി പതിവ് പോലെ മൈതാനത്തിനരികിലുള്ള ബെഞ്ചിലിരിക്കുകയായിരുന്നു. അർജുൻ അവളുടെ അരികിലേക്ക് വന്നു. അവന്റെ ഹൃദയമിടിപ്പ് കൂടി. മീനാക്ഷി വന്നിട്ട് കുറെ നേരമായോ? ഇല്ല, ഇപ്പോൾ വന്നതേ ഉള്ളൂ. അവൾ ചോദിച്ചു, എന്താണ് പറയാനുള്ളത്? അർജുൻ കുറച്ചുനേരം ഒന്നും പറഞ്ഞില്ല. അവൻ ആകാശത്തിലേക്ക് നോക്കിയിരുന്നു. പിന്നെ മീനാക്ഷിയെ നോക്കിയിട്ട് പറഞ്ഞു, മീനാക്ഷി, നമ്മൾ ആദ്യമായി കണ്ട ദിവസം ഓർക്കുന്നുണ്ടോ? അവൾ ചിരിയോടെ പറഞ്ഞു, യോഗ ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന സമയത്താണ് സാർ അവിടേക്ക് വന്നത്. അർജുൻ പറഞ്ഞു, അന്നു മുതൽ എന്റെ ജീവിതത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ ഉള്ളതായി തോന്നുന്നു. ഞാൻ ആദ്യം കരുതി ഇതൊരു സൗഹൃദം മാത്രമാണെന്ന്. പക്ഷെ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്തോറും എനിക്ക് മനസ്സിലാകുന്നുണ്ട്, ഇത് സൗഹൃദം മാത്രമല്ല, അതിലുപരിയായി പ്രണയം എന്നൊരു പദം കൂടി ഇതിനിടയിലുണ്ടെന്ന്. അവളുടെ മുഖത്ത് പെട്ടെന്ന് ഗൗരവം വന്നു. എനിക്ക് നിന്നെ ഇഷ്ടമാണ് മീനാക്ഷി. മനസ്സിൽ തോന്നിയ കാര്യം തുറന്നു തന്നെ പറയണം. കാറ്റൽപ്പം ശക്തമായി വീശി. മരങ്ങളിൽ നിന്ന് ഇലകൾ താഴേക്ക് വീണു. മീനാക്ഷി ഒന്നും പറഞ്ഞില്ല. അവൾ താഴേക്ക് നോക്കിയിരുന്നു. അർജുന്റെ ഹൃദയം ഭാരത്താൽ നിറഞ്ഞു. അവൻ പറഞ്ഞു,
നിനക്കങ്ങനെ തോന്നില്ലെങ്കിൽ പ്രശ്നമില്ല, പക്ഷെ എന്റെ മനസ്സ് തുറന്നു കാണിക്കാതിരിക്കാൻ പറ്റില്ല. മീനാക്ഷി തലയുയർത്തി അവനെ നോക്കി. പക്ഷെ അവളുടെ കണ്ണുകളിൽ സങ്കടം നിറഞ്ഞിരുന്നു. എനിക്ക് കുറച്ച് സമയം വേണം. ശരി, എത്ര സമയം വേണമെങ്കിലും എടുത്തോളൂ. അവൾ അവിടെ ഒന്ന് നടന്നു പോകുന്നു നോക്കി അവൻ നിന്നു. അവന്റെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ വന്നു. അവൾ എന്ത് തീരുമാനമെടുക്കും? അടുത്ത ദിവസം സ്കൂളിൽ വെച്ച് മീനാക്ഷി എല്ലാവരോടും സാധാരണ പോലെ പെരുമാറി. പക്ഷെ അർജുനോട് മാത്രം അധികം സംസാരിച്ചില്ല. അത് അർജുനെ കൂടുതൽ വിഷമിപ്പിച്ചു. രണ്ടാമത്തെ ദിവസം അവൾ അവനോട് അധികം സംസാരിച്ചില്ല. ആ 2 ദിവസവും അർജുന് 2 യുഗങ്ങൾ പോലെ തോന്നി. അവൻ ഭക്ഷണം പോലും ശരിയായി കഴിച്ചില്ല. രാത്രിയിൽ ഉറങ്ങാനും കഴിഞ്ഞിരുന്നില്ല. രാത്രി മൊബൈൽ എടുത്ത് നോക്കും, മീനാക്ഷിയുടെ ഒരു മെസ്സേജെങ്കിലും വന്നിട്ടുണ്ടോ എന്ന്. ഒന്നുപോലും വന്നില്ല. ഓരോ കോളുകളും മെസ്സേജുകളും വരുമ്പോഴും അവൻ പ്രതീക്ഷിക്കാറുണ്ടായിരുന്നു അത് മീനാക്ഷിയുടേതായിരിക്കുമെന്ന്. ഒരു നിമിഷത്തിൽ അവൻ ചിന്തിച്ചുപോയി, ഈ ജോലി ഉപേക്ഷിച്ച് വീട്ടിലേക്ക് പോയാലോ എന്ന്. അവന്റെ മനസ്സ് അത്രമാത്രം ചുട്ടുപൊള്ളുന്നുണ്ടായിരുന്നു. 3-ാം ദിവസം വൈകുന്നേരം സ്കൂൾ കഴിഞ്ഞ ശേഷം മീനാക്ഷി അർജുനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ കുറെ ആലോചിച്ചു. അർജുന്റെ ശ്വാസം നിശ്ചലമായി. അവൾ എന്താണ് പറയാൻ പോകുന്നെന്നോർത്ത് അവൻ ഭയപ്പെട്ടു. ഒരു ചെറുചിരിയോടെ അവൾ പറഞ്ഞു, എനിക്കും ഇഷ്ടമാണ്. ഒരു നിമിഷം അർജുൻ ഒന്നും പറയാൻ കഴിഞ്ഞില്ല. അവന്റെ മുഖത്ത് അത്ഭുതവും സന്തോഷവും ഒരുമിച്ച് വന്നു. അവനൊന്ന് ചിരിച്ചു. അതവന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള നിമിഷമായിരുന്നു. ആ സന്ധ്യയിൽ തമിഴ്നാട്ടിലെ ചെറിയ സ്കൂൾ മൈതാനത്തൊരു പുതിയ പ്രണയം ജനിച്ചു. മീനാക്ഷി, നിന്നോട് എനിക്ക് സ്നേഹമാണെന്ന് പറഞ്ഞ ആ സന്ധ്യയ്ക്ക് ശേഷം അർജുന്റെ ജീവിതം പൂർണ്ണമായും മാറി. അവന് ലോകം മുഴുവൻ കൂടുതൽ മനോഹരമായി തോന്നാൻ തുടങ്ങി. പ്രഭാതത്തിൽ സൂര്യനുദിക്കുന്നതും മഴയുടെ മണം പോലും ഇപ്പോൾ പ്രത്യേകത ഉള്ളതായി തോന്നി. കാരണം അവന്റെ ജീവിതത്തിൽ ഇന്ന് മീനാക്ഷി ഉണ്ടായിരുന്നു. അടുത്ത ദിവസം സ്കൂളിലെത്തിയപ്പോൾ അർജുൻ പതിവ് പോലെ യോഗ ക്ലാസ് നടക്കുന്ന മൈതാനത്തിലേക്ക് നോക്കി. അവിടെ മീനാക്ഷി കുട്ടികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇന്ന് എന്തോ ഒരു പ്രത്യേകത അവന് തോന്നി. അവൾ കുട്ടികളെ പഠിപ്പിക്കുന്നതിനിടയിലും അർജുനെ നോക്കി ചിരിച്ചു. അത് കണ്ടപ്പോൾ അർജുന്റെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു. ക്ലാസ് കഴിഞ്ഞ് അവൾ അർജുന്റെ അടുത്തേക്ക് നടന്നു വന്നു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്നലെ പറഞ്ഞ സീരിയസ് ആയിട്ടായിരുന്നോ? അർജുൻ ചിരിച്ചു. അതെ, ജീവിതം മുഴുവൻ സീരിയസ് ആയിട്ട് തന്നെയാണ്. അവൾ നാണത്തോടെ തലതാഴ്ത്തി. ആ ചെറിയ നിമിഷം പോലും അവർക്ക് വളരെ പ്രത്യേകത ഉള്ളതായിരുന്നു. അവരുടെ ദിവസങ്ങൾ ഇപ്പോൾ പുതിയ സന്തോഷങ്ങളായി നിറഞ്ഞിരുന്നു. സ്കൂൾ കഴിഞ്ഞ് അവർ ഇപ്പോൾ ഒരുമിച്ചാണ് ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്നത്. പോകുന്ന വഴിയിലെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും മണിക്കൂറുകൾ സംസാരിക്കും. ഒരു ദിവസം മീനാക്ഷി ചോദിച്ചു, എന്നോട് എന്താണ് സ്നേഹം തോന്നാൻ കാരണം? എനിക്കറിയില്ല. നീ ചിരിക്കുന്ന കണ്ടാൽ തന്നെ സന്തോഷം തോന്നും. അവൾ ചിരിയോടെ ചോദിച്ചു, അത് വലിയ കാര്യമാണോ? എനിക്കത് വലിയ കാര്യമാണ്. ഒരു ദിവസം അർജുൻ പറഞ്ഞു, നമുക്കിന്നൊരു സിനിമ കാണാൻ പോയാലോ? മീനാക്ഷി അല്പം ആശങ്കപ്പെട്ടു. ആരെങ്കിലും കണ്ടാൽ അതിന് നമ്മൾ തെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ. അവൾ കുറച്ചുനേരം ചിന്തിച്ചു. ശരി, പോകാം. പട്ടണത്തിലെ ചെറിയ തിയേറ്ററിലേക്ക് അവർ പോയി. സിനിമ ആസ്വദിക്കാനൊന്നുമല്ലായിരുന്നു. കുറച്ചു സമയം അവർ ഒരുമിച്ച് ചെലവഴിക്കുന്നു എന്നതായിരുന്നു അവരുടെ സന്തോഷം. സിനിമ കഴിഞ്ഞ ശേഷം അവർ ബീച്ചിലേക്ക് പോയി. കാറ്റ് ശക്തമായി വീശുന്നു. മീനാക്ഷി മണലിൽ കൂടി നടക്കുകയായിരുന്നു. അവൾ പറഞ്ഞു, എനിക്ക് കടൽ വളരെ ഇഷ്ടമാണ്. എന്തുകൊണ്ട്? അതൊരിക്കലും നിശ്ചലമല്ല, എപ്പോഴും മുന്നോട്ട് പോകുന്നു. അർജുൻ അവളെ നോക്കി പറഞ്ഞു, നമ്മുടെ ജീവിതവും അങ്ങനെ തന്നെ ആയിരിക്കണം. അവൾ ചിരിച്ചു. നമ്മുടെ ഭാവി എങ്ങനെയായിരിക്കും? ഒരു ചെറിയ വീട്, വലിയതൊന്നും വേണ്ട. സന്തോഷം നിറഞ്ഞത്. ഉടനെ അവൻ പറഞ്ഞു, 2 കുട്ടികൾ. അവൾ ചിരിയോടെ പറഞ്ഞു, 2 ഇരട്ടക്കുട്ടികൾ. അതൊരു സാധാരണ സംഭാഷണം മാത്രമായിരുന്നില്ല. അത് അവരുടെ ഭാവിയുടെ സ്വപ്നങ്ങൾ കൂടിയായിരുന്നു. സ്കൂളിലെ ടീച്ചർമാർക്കും അവരുടെ പ്രണയത്തെപ്പറ്റി അറിയാമായിരുന്നു. ഒരു ദിവസം സ്റ്റാഫ് റൂം വെച്ച് സഹ അധ്യാപകൻ പറഞ്ഞു, അർജുൻ സാർ കേരളത്തിൽ നിന്ന് വന്ന് തമിഴ് പഠിച്ചൊന്നും വെറുതെ ആയില്ലല്ലോ. എല്ലാവരും ചിരിച്ചു. മീനാക്ഷി നാണത്തോടെ തലകുനിച്ചു. ആ സന്തോഷം നിറഞ്ഞ ദിവസങ്ങളിൽ അവർക്കൊരു കാര്യം അറിയില്ലായിരുന്നു. ജീവിതം ഉടനെ തന്നെ ഒരു വലിയ പരീക്ഷയ്ക്ക് മുമ്പിൽ വെക്കാൻ പോകുന്നു എന്ന്. ഒരു ദിവസം അർജുൻ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വന്നപ്പോൾ ഒരു ഇമെയിൽ അവനെ കാത്തിരിക്കുന്നു. അത് അവൻ തുറന്നു നോക്കി. അവന്റെ കണ്ണുകൾ അതിശയം കൊണ്ട് നിറഞ്ഞു.